ഈ ഒരു ഏരിയ മുതൽ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു ഇൻവേർഷൻ ഉണ്ട്, ഇൻവേർഷൻ ഉണ്ട്, റീട്രേസ്മെന്റ്, retracements. Okay. ഇതൊരു മേജർ ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. നമ്മൾ എയിം ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ സൈഡ് ലിക്വിഡിറ്റി. ഓക്കെ. ആൻഡ് ദിസ് ആണ് ഓൾസോ ബൈ സൈഡ്. അത് ഓൾറെഡി എടുത്തു. ഓക്കെ. അപ്പം ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. ബൈ സൈഡ് taken. സോ നമുക്ക് എന്തുണ്ട്, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഒരു ഗ്യാപ്പ് കാണാം, ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഒരു LRL-ലാണ്, then what else we have, ഒരു ഓർഡർ ബ്ലോക്ക്. ഓക്കെ. ഇങ്ങനെ രണ്ട് PDRIs ഒരുമിച്ച് വരുമ്പോൾ മെയിൻ പ്രൈസ് നിൽക്കുന്ന ഒരു LRL-ലാണ്. ഓക്കെ. അപ്പം ഞാൻ ആ ഓർഡർ ബ്ലോക്കിന്റെ ഹൈ ഒന്ന് മാർക്ക് ഔട്ട് ചെയ്യുകയാണ്. ഓർഡർ ബ്ലോക്കിന്റെ ഹൈ ഒന്ന് മാർക്ക് ചെയ്യുന്നു. അതേപോലെ 50 മിനിറ്റ്സ് ഓർഡർ ബ്ലോക്കിന്റെ കോൺസ്റ്റന്റ് എൻക്രോച്ച്മെന്റോടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ. ക്യാൻഡിൽ ഓപ്പൺ ആണ്. ഐ മീൻ ഈ ഒരു ഏരിയ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ ബുള്ളിഷ് ആണെങ്കിൽ നമുക്ക് ഒരു പ്ലെയിൻ ഒരു CB മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു CB കാണാൻ പറ്റും. സോ ആ റീപ്രൈസ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഒരു CB നമുക്ക് 50 മിനിറ്റ്സിലേക്ക് 1 അവറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെ രാവിലെ പറഞ്ഞ ലിക്വിഡിറ്റി എടുത്തു. ലിക്വിഡിറ്റിയിലേക്ക് റീട്രേസ്മെന്റ് കൺസിഡർ ചെയ്യും. ഇവിടെ 1 അവറിന്റെ ഒരു റീട്രേസ്മെന്റ് ഓൾറെഡി പ്രൈസ് കിട്ടി. 50 മിനിറ്റ്സിൽ നമുക്ക് നോക്കുമ്പോൾ അകത്ത് ഒരു ഗ്യാപ്പ് ഉണ്ട്. അതൊരു ബ്രേക്ക് അവേ അല്ല, കണ്ടോ, അത് റീപ്രൈസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അതേപോലെ തന്നെ ഒരു LRL-ലും കൂടെ ആണ് ഈ ഒരു മൂവ് കൺസിഡർ ചെയ്യാം. ഇവിടെ തൊട്ട് ഈ ഒരു റൺ നോക്കുമ്പോൾ, ഓവറോൾ റൺ നോക്കുമ്പോൾ ഒരു LRL പോലെ കൺസിഡർ ചെയ്യാം. ഓക്കെ. 50% ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് സ്വീപ്പ് ഔട്ട് ചെയ്ത് ഇങ്ങനെ ഒരു പ്ലേ കിട്ടും നോക്കാം. ഓക്കെ. ടൈം ആയിട്ടില്ല, ഞാൻ പിന്നെ ജസ്റ്റ് നേരത്തെ ലിങ്ക് ഇട്ടതാണ്. പിന്നെ 1 അവർ അധികം. ഓക്കെ. ഇതിന്റെ മിറ്റിഗേഷൻ ഒന്നും ഇങ്ങനെയല്ല കാണണ്ട, അറിയാലോ. ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണെങ്കിലും ഇതിന്റെ മിറ്റിഗേഷൻ ഇങ്ങനെയല്ല. നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെറിയ റിയാക്ഷൻ ഉണ്ടായിരുന്നു. അതൊരു റീട്രേസ്മെന്റ് മാത്രമാണ്. ടൈം നടക്കുന്നതെന്ന് പറയുന്നത് 4. നമ്മുടെ ലണ്ടന്റെ ക്ലോസിംഗ്, സിൽവർ ബുള്ളറ്റിന്റെ ക്ലോസിംഗ് മേക്കറോട് ആ ഒരു ബുള്ളിഷ് നോക്കുന്നവരുണ്ട്. പക്ഷെ ബുള്ളിഷില് സെൽ ഓഫ് ചെയ്ത ആൾക്കാരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ. എനിവേ, ജസ്റ്റ് റീട്രേസ്മെന്റ് കൺസിഡർ ചെയ്യണം. 50 മിനിറ്റ്സ് ഇത് എനിക്ക് വേണം. ഗെൻഡൽ വാച്ച്.
ഓക്കെ, നമുക്ക് ഈ ഒരു ബിസി നോക്കാം. അതേപോലെ തന്നെ ന്യൂസ് ഒന്നും ഇല്ല. ഇതിന്റെ ക്ലോസ് നോക്കാം. ഇതെന്ന് പറയുന്നത് ഓക്കെ, ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ആ ഒരു ഏരിയയിലെ പ്രൈസ് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്, അതാണ് എൻ്റെ അടുത്ത കൺസേൺ. ഞാനൊരു ചെറിയൊരു ഏരിയ കൂടെ മാർക്ക് ചെയ്യണം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, 1 minute ഇവിടെ 1 minute 40 seconds. 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 ബ്രോ, ഈ ഒരു ഹൈയും ലോ ആണ് യൂസ് ചെയ്തെങ്കിൽ അതൊരു എല്ലാറിലാണ് അതിന്റെ റീട്രേസ്മെന്റ് ആണ്. 80 പ്രൈസ് ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ടോ? ഓക്കെ, പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു. 30 seconds, 30 more seconds. നോട്ട് ക്ലോസിംഗ് ബിലോ. നമുക്കവിടെ കുറെ ലിക്വിഡിറ്റീസ് ഉണ്ട്, അതാണ് ഞാൻ ആ ഒരു ഏരിയ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇന്ന് എക്കണോമിക്കൽ ന്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു നമുക്ക് 7:30 മീൻസ് 50 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ 7 ഞാൻ മാർക്ക് ചെയ്യാണ്. 6 7 8:30 കഴിഞ്ഞു. നമുക്ക് അടുത്ത മാക്രോ ഉണ്ട്. ഓക്കെ, പ്രൈസ് ഇവിടുന്ന് ക്ലോസ് ചെയ്തിട്ടില്ല. ഐ മീൻ ക്ലോസ് ചെയ്തിട്ടില്ല. അതൊരു ക്ലീൻ ആണ് മിറ്റിഗേഷൻ. ഓക്കെ, ആൻഡ് നമുക്കൊരു ഇൻവേർഷനും ഉണ്ട്. സോ അതൊന്ന് കൺസിഡർ ചെയ്യാം. നിങ്ങൾ ഈ പറയുന്ന ഏരിയാസ് നിങ്ങളെ മൈൻഡിൽ കൊണ്ടുവരാം. ഓക്കെ, ഇൻവേർഷൻ ഉണ്ട്. സോ നമുക്ക് അവിടെ ഒരു മിറ്റിഗേഷൻ കിട്ടിയോ? യെസ്, ഒരു ബിസിയുടെ ഓപ്പൺ മിറ്റിഗേഷൻ കിട്ടി. നേരെ 1 മിനിറ്റിലേക്ക് പോകണം. Do we have any sort of liquidity down here? Okay, we have ഒരു സിബി ഉണ്ട് ഈ ഒരു ഏരിയ, ഒരു ബിസി ഉണ്ട് ഈ ഒരു ഏരിയയിൽ. അത് മാത്രമല്ല, നമ്മൾ നിൽക്കുന്നത് 9:30 എന്ന് പറയുന്ന സമയം ചെറിയ ഇമ്പോർട്ടൻ്റ് ആണ് DXY. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാനെങ്കിൽ ഇതിനകത്ത് മാർക്ക് ചെയ്യാണ്. അതേപോലെ തന്നെ 9:40 9:50, അതേപോലെ തന്നെ നമ്മുടെ ടൈം DXY ഇമ്പാക്ട് ചെയ്യുന്നത് മാത്രം കണ്ടോ. 9:30 നിങ്ങൾ യൂറോയുടെ ചാർട്ടിൽ അധികം നോക്കണ്ട. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ we have an inversion. Mitigation on inversion, bullish order block ആണ്, constant encroachment ആണ്. ആ ഓർഡർ ബ്ലോക്കിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് ആണ്. 50 മിനിറ്റ്സിന്റെ 1 hour ഇന്ത്യയിൽ ഉണ്ടോ? 1 hour ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ ഓർഡർ ബ്ലോക്കിന്റെ ഒരു കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റോളം ക്ലോസ് ചെയ്തിട്ടില്ല പ്രൈസ്. ഓക്കെ, സ്റ്റിൽ നമുക്ക് ഒരു 28 മിനിറ്റ്സ് ഉണ്ട്. 50 മിനിറ്റ്സ് തന്നെ നിൽക്കുന്നു. റീട്രേസ്മെന്റ് ആണോ അതോ ഒരു ബുള്ളിഷ് ആണോ നോക്കാം. ഈ ഒരു ഏരിയയിലെ പ്രൈസിന്റെ ക്ലോസ് കൺസിഡർ ചെയ്യാം. ഇതിന്റെ ഒരു കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ്
ഇനി ഒരു ഡൗൺ ക്ലോസ് ക്യാൻഡിൽ. ഓക്കെ, അപ്പം ഒരു സ്വിംഗ് ലോ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ലൈവിൽ. DXY നോക്കാം, 15 മിനിറ്റ്സ്. ഇവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് അവേ ആയിട്ട് തുടങ്ങണം. പ്രൈസ് ബെയറിഷ് ആണെങ്കിൽ നമുക്ക് ഇതങ്ങനെ ഇൻവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ബ്രേക്ക് അവേ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. അല്ലെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് കാണണം. ഓക്കെ, അതിന്റെ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് മാർക്ക് ചെയ്യണം. നമുക്ക് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ ഉണ്ട്. നമുക്ക് see the consequent encroachment of the inversion area. നമുക്ക് ജസ്റ്റ് നോക്കാം. 50 മിനിറ്റ്സ്. ഓക്കെ, DXY നമുക്ക് 1 മിനിറ്റിലെ റിയാക്ഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു ഏരിയ ആണ് മെയിൻ ആയിട്ട് വാച്ച് ചെയ്യുന്നത്. 9:30 കഴിഞ്ഞു. ഈ ഒരു ക്യാൻഡിലിന്റെ താഴെ ക്ലോസ് ചെയ്യാൻ നോക്കാമേ. ഓക്കെ, ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തു. ഈ വിക്ക് നോക്കുക. ഈ വിക്കിന്റെ ഇമ്പോർട്ടൻസ് അറിയാമല്ലോ നിങ്ങൾക്ക്. ഈ വിക്ക് എപ്പോഴും കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. വിക്കിന് താഴെ പ്രൈസ് പോവുകയാണെങ്കിൽ ഇറ്റ്സ് കൺഫേം. ഓക്കെ, retracement on order block, retracement to an order block, sorry, OB minus, bearish PDR ആണ്. ഓക്കെ, ഇത് ഹോൾഡ് ചെയ്യണം. നെക്സ്റ്റ്
ഈ ലോ നോക്കാം. താഴെ പ്രൈസ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നതാണ് അടുത്ത കൺസേൺ. ഇവിടെ ഓൾറെഡി ഇത് കളയട്ടെ, എനിക്ക് പിന്നെ വായിച്ചു. ഇവിടെ ഓൾറെഡി പ്രൈസ് റീട്രേസ്മെന്റ് വന്നു. ഇതൊരു ഡൗൺ ക്ലോസ് ചെയ്യുന്ന താഴെ ക്ലോസ് ചെയ്ത് നോക്കാം. അപ്പ് ക്ലോസ് നമുക്ക് കിട്ടും. അപ്പം നെക്സ്റ്റ് ഒരു ബെയറിഷ് PDRA കിട്ടും. I am looking for bearish PDRA to hold for bearish, bullish PDRA to invert. If bearish നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഐ മീൻ ഇവിടെ ഒരു ഓക്കെ ആ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നില്ല. ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. എല്ലാവരിലാണ് HR കൺസിഡർ ചെയ്യുക. ലിറ്ററലി ആ ഒരു ഏരിയ എല്ലാവരിലും കൺസിഡർ ചെയ്യുക. ബാക്ക് ആൻഡ് ഫോർത്ത് റൺ ആണ്. റീട്രേസ്മെന്റ്സ് അധികം വേണ്ട. പിന്നെ എനിക്ക് തോന്നുന്നു ടൈമിന് തൊട്ട് മുന്നുള്ള ഒരു കുക്കിംഗ് ആയിരിക്കും അവിടെ. വെയിറ്റ് ചെയ്യാം. DXY ഗെയിൻ ആണ്. ഓക്കെ വി ഹാവ് ഒരു ഏരിയയിൽ എങ്ങനെ പ്രൈസ് റീപ്ലേസ് നോക്കാം. ഇവിടെ ഒരു മിറ്റിഗേഷൻ ഉണ്ട്. ഇവിടെ സിബി മിറ്റിഗേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞാണ് പ്രൈസ് ബെയറിഷ് വരുന്നത്. ഓക്കെ, അത് കൺസിഡർ ചെയ്യണം. നമുക്ക് ഓർഡർ ബ്ലോക്കിന്റെ മിറ്റിഗേഷൻ കൺസിഡർ ചെയ്യാം. നമ്മുടെ ടൈം ആയിട്ടില്ല, ജസ്റ്റ് പ്രൈസിനെ റീഡ് ചെയ്ത് നോക്കാം. Everything else is distraction to red herring. 15 seconds is the answer. And when I started talking and trading up, DXY price last down move ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യാം. ഒരു ബുള്ളിഷ് ഔട്ട് ബ്ലോക്ക് ആയിട്ട്.
ഞാൻ വാച്ച് ചെയ്യുന്നത് ഈ ഒരു ഏരിയ ആണ്. Candle close considering. So candle closing above the consecutive encroachment of the order book. No valid setup till now. ഈ ഇതെന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ്സിന്റെ ഓർഡർ ബ്ലോക്കിന്റെ കോൺസെക്വന്റ് എൻക്രോച്ച്മെന്റ് ആണ്. ഈ മാർക്ക് ചെയ്തേക്കുന്നത് ഇത് ഇൻവേർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് ബ്രേക്ക് അവേ ആയിട്ട് കൺസിഡർ ചെയ്ത് ഫർദർ സെൽ ഓഫ് നോക്കാം നമുക്ക്. പിന്നെ ഇവിടെ നിന്നുള്ള പ്രൈസിന്റെ റൺ നോക്കാം. 4 ഹവറിൽ നമുക്കൊരു ക്ലീൻ മിറ്റിഗേഷൻ ഒരു ഡൗൺ ഇതിനകത്ത് 1 hour 15 minutes നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മിറ്റിഗേഷൻ അത് ക്ലീൻ മിറ്റിഗേഷൻ അല്ല. എനിവേ ഡോണ്ട് കൺസിഡർ ഇറ്റ് ആസ് ഇതൊരു ബുള്ളിഷ് ഓൺ ക്ലീൻ അല്ല. എന്നാലും നമുക്ക് നോക്കാം. DXYയുടെ പ്ലേ നോക്കാം. എനിക്കൊന്ന് SMD ആയിരിക്കും ഇവിടെ ഹോൾഡ് ചെയ്ത്. ടൈം ഉണ്ട് 15 മിനിറ്റ്സ്. 15 മിനിറ്റ്സ് ക്ലോസ് ചെയ്തു. ഒരു ഇൻവേർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ലുക്കിംഗ് ഫോർ ദിസ് ഈക്വൽ ലോസ്. അപ്പം ബുള്ളിഷ് ആണ് മറ്റേ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ റീട്രേസ്മെന്റ് നമുക്ക് കാണാം. ഇതിന്റെ ഒരു കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് മിറ്റിഗേറ്റ് ചെയ്തേക്കുവാണ്. സോ ഈ ഒരു ലാസ്റ്റ് ഈ ഒരു മൂവിനെ കൺസിഡർ ചെയ്യാണ് മൂവ്. അതിന്റെ ഓപ്പൺ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു എൻട്രി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ see the time 45. so the entry consider ചെയ്യുകയാണെങ്കിൽ open of the breaker, low of the breaker, needs to 2 target ചെയ്യാം. don't push any button. okay നിങ്ങൾ നോക്കുക. okay നമ്മള് പ്രീ മാർക്കറ്റ് ആണ്. പ്രീ മാർക്കറ്റ് അല്ല, നമ്മള് ട്രേഡിംഗ് ടൈം ആണ്. ജസ്റ്റ് നമുക്ക് അവിടെ ഒരു ഇൻവേർഷൻ കിട്ടിയതിന്റെ ബേസിലാണ് 15 മിനിറ്റ്സിൽ ഇൻവേർഷൻ കിട്ടിയതിന്റെ ബേസിൽ മാത്രമാണ് നമ്മൾ 1 മിനിറ്റിൽ ഇവിടെ ബൈ നോക്കുന്നത്. ഓക്കെ സോ 1:2 ആണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഇതൊരു ബ്രേക്കർ. എൻ്റെ ഒരു കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് അല്ല ഇതിന് താഴെ വേണമെങ്കിൽ സിൽവർ. പക്ഷേ സേഫ് സൈഡ് എന്നുള്ള രീതിയിൽ പ്രൈസ് ഒരു ഹൈ ടൈം ഫ്രെയിം ബെയറിഷ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു ഏരിയയിലേക്കാണ് വെച്ചേക്കുന്നത്. ഈവൻ അതൊരു 4 പിപ്പേ ഉള്ളൂ. നോ പ്രോബ്ലം. ലെറ്റ്സ് സീ. ഓക്കെ ഞാൻ ജസ്റ്റ് ട്രേഡ് ആയിട്ട് ഇതിനകത്ത് റൺ ചെയ്യാനാണ്. റീട്രേസ്മെന്റ് ഇട്ട് നോക്കാം. ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തു. ഷൂട്ടിങ് അതാണ് ഈ കാർഡ്. 1:1 ഒരു ഏരിയയിൽ 1:1 എടുക്കാം. ഏരിയയിൽ 1:1 എടുക്കുക. ഐ മീൻ എൻട്രി എടുക്കാനല്ല പറയുന്നത്, സിഗ്നൽ. നമ്മള് പ്രൈസിന്റെ പ്ലെയിമോ ലണ്ടനിൽ ഒരു 1:2 ഉണ്ടായിരുന്നു, വിച്ച് വാസ് ക്ലീൻ. വലിയ കുഴപ്പമില്ലാതെ ഒരു എഫേർട്ട്ലെസ് 1:2 കിട്ടിയായിരുന്നു. DXY നമ്മുടെ ഒരു ഓർഡർ ബ്ലോക്കിന്റെ താഴെ പോയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈക്വൽ ലോസ് ഇവിടെ ലിക്വിഡിറ്റി കിടപ്പുണ്ട്. ഇത് റീട്രേസ്മെന്റ് 1 മിനിറ്റിൽ നമുക്ക് റീട്രേസ്മെന്റ് HRൽ നോക്കാം. ഇവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം റീട്രേസ്മെന്റ് നമുക്ക് നോക്കാം. ഇതൊരു CB ആണ്. വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ കാണുന്നില്ല. വെയിറ്റ് ചെയ്യാം. ഓക്കെ വെയിറ്റ് ചെയ്യാം. നല്ല റേഞ്ച് ഉണ്ട്. ഐ മീൻ നല്ല ഏരിയ ഉണ്ട്.
10:15 ആകാൻ ഇനി 2 minutes, 1 minute, 2 minutes I think. Yeah, 1 minute ഇനി. Even our order block in the mitigation was not clean, so it's a manipulation bullish. Let's see. Okay, and നമ്മൾ എവിടെയുള്ള നമ്മൾ ഒരു 1 മിനിറ്റിന് മുന്നെയാണ് മൈക്രോന്റെ. സോ ലെറ്റ്സ് സീ. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ഒരു പേപ്പർ ഇടുവാണ്, അതാകുമ്പോൾ കാണാമല്ലോ കറക്റ്റ് ആ ഏരിയ കിട്ടുക തന്നെ ഇത്. ഓക്കെ, നമ്മുടെ എന്തുവാ മാക്രോ മിനിറ്റ്സിൽ ആ ഒരു ഗ്യാപ്പ് മിറ്റേഷൻ എങ്ങനെ നോക്കട്ടെ. ലെറ്റ്സ് സീ. ഇഷ്ടം പോലെ ട്രേഡിംഗ് എക്സിക്യൂഷൻ വേണം. ഡെഡ്ലൈൻ ഈ ഒരു ലോ നോക്കാതെ ഈ ഒരു, പിന്നെ അതേപോലെ ഇതിന്റെ ഒരു കോൺസിക്വന്റ് ഇൻക്ലൂഷൻ ഉണ്ട്. I mean something like ഇതാണ് വൈറ്റ് ഇത് ആൻഡ് ലൈവ്. ഓക്കെ, ഇവിടെ ഒരു ഗ്യാപ്പ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ആണ് എൻ്റെ മേജർ ഏരിയ. ഐ മീൻ ഞാനൊരു നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇഫ് ഐ എം ബുള്ളിഷ് എനിക്ക് ഈ ഒരു ഏരിയ ഒരു ഗ്യാപ്പ് ഇൻവേർട്ട് ചെയ്യുന്നതാണ് കാണണ്ടേ. ലെറ്റ്സ് സീ. Let us see. 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 I want to see an inversion about that. Okay, because I was pushing the button, pushing the button, pushing the button, pushing the button, pushing the button.
Squeezing the button, pushing the button, squeezing the button. മിറ്റിഗേഷൻ ഇതേ ഏരിയയിലാണ് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത് നിൽക്കുന്നത്. കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റിന്റെ മേലെ പ്രൈസ് ബോഡി ക്ലോസ് ചെയ്തിട്ടില്ല. ഐ മീൻ മീൻ ത്രഷോൾഡിന് മേലെ ബോഡി ക്ലോസ് ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോട്ട് ക്ലീൻ. എനിക്ക് ഒരു ക്യാൻഡിൽ ഇതിന്റെ മേലെ ക്ലോസ് ചെയ്യുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് എക്സ്പെക്ടേഷൻ ഈസ് നോട്ട് എ റിയാലിറ്റി. ആക്ച്വലി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ആവുന്നുണ്ടോ ഓവർ ഇല്ല. രാവിലത്തെ ലണ്ടന്റെ പ്ലേ പകുതിയും റെക്കോർഡായിട്ടില്ല. അതായത് ഗ്രൂപ്പിൽ ഇടാൻ. ഓക്കെ, റെക്കോർഡായി, പക്ഷെ അതിന്റെ ഓഡിയോ റെക്കോർഡായില്ല. അത് മാത്രമല്ല, നിങ്ങൾ ലൈവായിട്ട് വന്ന് ഇരിക്കണം, എന്നാലല്ലേ നിങ്ങൾക്ക് ഇത് ഞാൻ പറയുന്നത് മനസ്സിലാവൂ. അല്ലേ എന്നാ കാര്യം? എന്നാ അതിന്റെ 7 seconds to close that gap. വിടുന്നില്ല, ഗ്യാപ്പ് ക്ലോസ് ആവുന്നില്ല. ഓക്കെ, ഗ്യാപ്പ് ക്ലോസ് ആവുന്ന വരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ഒരു സിബി പോലെ റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഫണ്ട് ചെയ്യും. എനിവേ ലെറ്റ്സ് സീ. ഞാൻ മെയിനായിട്ട് നോക്കുന്നത് പറയുന്നത് ഈ ഒരു ഞാൻ ഈ വരച്ചേക്കുന്ന ഈ റെക്ടാങ്കിൾ ഇല്ല, അതിന്റെ ഒരു കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് ആണ് മെയിനായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ ഇനിയൊരു ബുള്ളിഷ് ആണെങ്കിൽ ഇപ്പൊ നടക്കണം, അല്ലെങ്കിൽ ഐ മീൻ ടൈം എന്നായി? ഇല്ല, ടൈം ആയിട്ടില്ല. ടൈം let's see our bearish candle was not clean for me. Invisible. ഞാൻ ഇതൊന്ന് മാറ്റട്ടെ, പിന്നീട് ഒരു ഏരിയ വാച്ച്. ഐ മീൻ ഈ കാണുന്ന വിക്ക് കണ്ടോ? കാണുന്ന വിക്ക് ഓപ്പൺ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, അതെനിക്ക് കാണണം. ഈ ഒരു ക്യാൻഡിൽ ബുള്ളിഷ് ആയിട്ട് ഈ ഒരു ഡൗൺ ക്ലോസ് ക്യാൻഡിൽ മേലെ ക്ലോസ് ചെയ്യുമല്ലോ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഐ മീൻ ഫർദർ പ്രൈസ് ബുള്ളിഷ് ആണ്, താഴേക്ക് പോകണ്ട. ഓൾറെഡി ലിക്വിഡിറ്റി സ്വെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലെ നമ്മൾ ബെയറിഷ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യും. ആർക്കുണ്ട് ഇതിനകത്ത്? ഓക്കെ, അത് ക്ലീൻ അല്ല കേട്ടോ, ഡെലിവറി. ഇതൊരു സിബി ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ അതിന്റെ ഒരു കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടും there is no reaction of that. സോ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സി ഇതായിരുന്നു ഒരു മേജർ മിറ്റിഗേഷൻ എന്ന് പറയാൻ 4 hours പ്രത്യേകിച്ച് ഒന്നുമില്ല. സോ എനിവേ ഇൻവേർഷൻ 15 minutesന്റെ ഇൻവേർഷൻ ഡ്രോപ്പിംഗ് ബിലോ, ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈക്വൽ ലോസ് ഉണ്ട്. സ്റ്റിൽ കൺസിഡറിങ് ഇറ്റ് ആസ് ലിക്വിഡിറ്റി. അനദർ എൻട്രി നോക്കാം. പിന്നെ 15 minutes പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. ഇതൊരു ബ്രേക്ക് അവേ. ഇത് ഇങ്ങനെ അപ്പ് വരെ പ്രൈസ് റീട്രേസ് ചെയ്യാൻ എനിക്ക് കാണണ്ട. ഓണസ്റ്റ്ലി ഇത്രയും അപ്പ് ചെയ്യണ്ട. ഐ മീൻ പ്രൈസ് ബെയറിഷ് ആണെങ്കിൽ ഇപ്പൊ ബെയറിഷ് പോകും. ആ ഒരു കേസിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, 15 minutesന്റെ ഗ്യാപ്പ് ഇവിടെ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് അവിടെ നമുക്ക് റിയാക്ഷൻ കിട്ടുന്നത് 1 minute-ലാണ്. സോറി, നമ്മുടെ സിൽവർ ബുള്ളറ്റിന്റെ ടൈമിലാണ്, സോറി മാക്രോ ടൈമിലാണ് ക്രിയേറ്റ് ചെയ്ത ആദ്യത്തെ ലോ ഇവിടെ ഉണ്ട്. ആ ക്രിയേറ്റ് ചെയ്ത മാക്രോ ടൈമിൽ ക്രിയേറ്റ് ചെയ്ത ആദ്യത്തെ ഒരു ഗ്യാപ്പാണിത്. സോ അങ്ങനെയാണെങ്കിൽ ഹാവ് എ റീസൺ ടു ഷോർട്ട് ഓൾസോ.
ഞാൻ പറഞ്ഞില്ലേ, ഈ ക്യാൻഡിൽ ഇവിടുന്ന് പ്ലേ ചെയ്തൊന്നില്ലെങ്കിൽ ഷുഡ് ഗോ ഡൗൺ. LRL ആണ്, LRLന്റെ റീട്രേസ്മെന്റ് ആണ് വന്നേക്കുന്നത്. ഇതൊരു LRL റൺ ആണ്, 50 മിനിറ്റ്സിന്റെ റീട്രേസ്മെന്റ് മിറ്റിഗേഷൻ. ഓക്കെ, 1 മിനിറ്റ് പോണു. ഈ ഒരു ഗ്യാപ്പില് എൻട്രി കൺസിഡർ ചെയ്യാം. ഐ മീൻ ഇത് നമ്മളുടെ ഒരു സിൽവർ ബുള്ളറ്റിന്റെ ടൈമിൽ ഫോം ചെയ്ത ഗ്യാപ്പാണല്ലോ. സോ ലാസ്റ്റ് എൻട്രി ഓഫ് ദ ഡേ. ഞാൻ നോക്കുക, നമ്മുടെ ഫസ്റ്റ് ട്രേഡ് SL ആണ്. അപ്പം നമ്മുടെ ലണ്ടനിലെ ട്രേഡ് GP ആയിരുന്നു, ന്യൂയോർക്കിലെ ഫസ്റ്റ് ട്രേഡ് SL. സോ നമ്മൾ രാവിലെ ക്രിയേറ്റ് ചെയ്ത ട്രേഡിന്റെ ഓൾമോസ്റ്റ് ഹാഫ് ഓർ എബവ് നമ്മൾ ലോസ് അടിച്ചിട്ടുണ്ട്. സോ നേരത്തെ എടുത്ത ലോട്ടിൽ നിന്ന് കട്ട് ഡൗൺ ചെയ്യുക, ഒന്നെങ്കിൽ അതിന്റെ 50% ആക്കുക. ലിക്വിഡിറ്റി ആണ് ഇവിടെ അതിന്റെ ഒരു മേജർ കൺസേൺ ആണ്. ഞാൻ ഇത് എടുക്കുന്നതിന് മുന്നേ ഇത് മിറ്റിഗേറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ എൻ്റെ എൻട്രി ഒരു ഏരിയയിലേക്ക് മാറ്റും. സോ ലാസ്റ്റ് ട്രേഡ് ഓഫ് ദ ഡേ. ഓക്കെ, അവിടെ ലിക്വിഡിറ്റി എടുത്തു. എനിക്ക് ഈ ഒരു ഏരിയ എടുത്തിട്ടായിരുന്നു എനിക്കത് കാണുന്നത്. ഇനി ഇത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിന് ബ്രേക്ക് ആയിട്ട് കൺസിഡർ ചെയ്യും സെൽ ഓഫ്. ഞാൻ ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. 50% ഇതിന്റെ ഒരു കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റിന് മേലെ സെൽ വെക്കും. ഹാഫ് ലിക്വിഡിറ്റി എടുത്തതിന്റെ 50%. അത്യാവശ്യം 3. ഓക്കെ, 1 മിനിറ്റ്. SSL no more entry today. ഹോൾഡ് ചെയ്ത് അത് ബ്രേക്ക് ഇതൊരു ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്ത് ഇത് ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ബുള്ളിഷ് ആയിരിക്കണോ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പഴയ നറേഷൻ തന്നെ. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ലോസ് ലിമിറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നോ മോർ ട്രേഡ് ടുഡേ. നോ മോർ ട്രേഡ്. ഓക്കെ, പ്രൈസ് ഇൻവേർട്ട് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ എൻട്രി എടുക്കുന്നില്ല. IFEG ആണ് ഇവിടെ. എന്തോ ഈ ഒരു ഏരിയയിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ അത് ഐസും ഇതിന്റെ താഴെ ആയിരിക്കും നമ്മുടെ 1:2 നോക്കാം. ഇതിനിപ്പോ നല്ല രീതിയിൽ റൺ ചെയ്താലും ടെക്നിക്കൽ വർക്ക് ചെയ്തു എന്നുള്ളൊരു സംഭവം മാത്രമേ പ്രത്യേകിച്ച് വേറെ കൺസിഡർ ചെയ്യില്ല. ഇവിടെ നിന്ന് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ലിക്വിഡിറ്റി ടേക്കൺ. അതൊക്കെ സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിക്കണം. നല്ല ബോൾ. ഫസ്റ്റ് ഏരിയ ഓഫ് ലിക്വിഡിറ്റി ഇതിനായിട്ട് കൺസിഡർ ചെയ്യാം.
ബിക്കോസ് ഈ ഒരു ഏരിയ നല്ല രീതിയിൽ ലിക്വിഡിറ്റി ആണ്. നമ്മുടെ പഴയ നറേഷൻ ആണ് ഇതിനകത്ത്, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ ആ ഒരു ഏരിയയിൽ ഈ ഒരു ഏരിയയിൽ പ്രൈസ് ഡിസ്പ്ലേസ് ചെയ്ത റീസൺ മാത്രമാണ് ഞാൻ ഷോർട്ട് ചെയ്യാൻ നോക്കിയത്. പിന്നെ ഫസ്റ്റ് ഗ്യാപ്പ്, അതായത് നമ്മുടെ മാക്രോയിൽ ക്രിയേറ്റ് ചെയ്ത ആ 2 റീസൺ ആണ് ഞാൻ ഷോർട്ട് ചെയ്യാൻ നോക്കിയത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, അതാണ്ട് ഈ ഒരു സംഭവം മിറ്റിഗേഷൻ അല്ല, ഇത് മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് ബെയറിഷ് എന്നുള്ളതല്ല. ഇത് ഇനിയിപ്പോ റീപ്രൈസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് ഇൻവേർട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഓരോ SL അടിക്കുമ്പോഴും നമ്മൾ അതിനകത്ത് കാണാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെ ആ ഒരു സ്റ്റഡി പർപ്പസിന്റെ ആ ഒരു സ്പിരിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഈ SL അടിക്കുമ്പോൾ വരുന്ന ഇമോഷനും റിവെഞ്ച് ട്രേഡ് ഒക്കെ ഒരുമാതിരിയൊക്കെ ഒഴിവാക്കാം. ഞാൻ അങ്ങനെയാണ് കൺസിഡർ ചെയ്തത്. നിങ്ങളെ പോലെ എല്ലാം എനിക്കും ഈ ഒരു റിവെഞ്ച് ട്രേഡ് ഇമോഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ ഹ്യൂമൻ ആണ്. പക്ഷെ ഇതിന്റെ വേറൊരു സൈഡ് ഉണ്ട്. അതായത് ഞാൻ ഇവിടെ മണി ഉണ്ടാക്കാമായിരുന്നു എന്നുള്ളൊരു തോട്ടില്ലേ, ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണ്, അപ്പൊ അതിനെയും ഫർദർ ഞാൻ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഡ് ഗോ ബെറ്റർ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. അതാകുമ്പോ ഈ ലോട്ട് കൂട്ടാനും റിവെഞ്ച് ചെയ്യാനും ഒന്നും തോന്നത്തില്ല. ഈവൻ നമ്മൾ ലോസ് ആണെങ്കിൽ പോലും നോട്ട് എ ബിഗ് ഡീൽ. നിങ്ങളുടെ ആ ഒരു മൈൻഡ് മണിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യണം. ആ ലേണിംഗ് കർവില് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് പതിയെ ഒരു പ്രോസസ്സാണ്. അത് കുറച്ച് പാടുള്ള ഒരു കാര്യമാണ്. ട്രേഡിങ്ങിൽ ഏറ്റവും പാടുള്ള ഒരു പാർട്ടാണ് അത്. പിന്നെ അതേപോലെ തന്നെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസും TPയും മൂവ് ചെയ്യാതിരിക്കാൻ നോക്കുക. TPയും SLും, ചിലർ SL വെച്ചിട്ട് എൻട്രി എടുക്കും, TP വെക്കത്തില്ല. TP തന്നെ വെക്കുക. പ്രോഫിറ്റ് റൺ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ TP എടുത്ത് കളഞ്ഞിട്ട് ബ്രേക്ക് സെറ്റ് ചെയ്യരുത്. ഞാൻ പണ്ട് ചെയ്യുന്ന പണിയായിരുന്നു. ഐ മീൻ TPയും കഴിഞ്ഞ് പ്രൈസ് പോവും, ഞാൻ ബ്രേക്ക് സെറ്റ് ചെയ്ത് പ്രൈസ് തിരിച്ചു വന്ന് ബ്രേക്ക് കിട്ടി. ഇതെല്ലാം ചെയ്യും, നിങ്ങളും ചെയ്യും. അതേപോലെ TP ആവുന്നതിന് മുന്നേ ക്ലോസ് ചെയ്യുന്ന പരിപാടി അങ്ങനെയും ചെയ്യരുത്. ഐ മീൻ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പോയിട്ടും ഭാഷസ് എടുക്കുന്ന കാര്യമൊക്കെ അറിയാം, അതിനപ്പുറം ഒന്നും ചെയ്യരുതാണ് ഞാൻ പറഞ്ഞത്. ഐ മീൻ ഈ ഒരു ഏരിയ നിങ്ങളുടെ പ്രൈസ് റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് റൺ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഐ മീൻ അധികം വലിയ പ്ലേ ഒന്നും ഇല്ലാത്ത രീതിയിലേ കൺസിഡർ ചെയ്യത്തുള്ളൂ. എനിക്കിത് ലിറ്ററലി ബുള്ളിഷ് കാണണം. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇവിടെ ഒരു LRL ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് ക്ലീൻ അല്ല. ഐ മീൻ പ്രൈസ് സെന്ററാണ്. ഓക്കെ, ആ ഒരു ഇനിഷ്യൽ ആ ഒരു ഏരിയയിൽ ക്രിയേറ്റ് ചെയ്ത് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഐ മീൻ നിങ്ങൾക്ക് പാർഷ്യൽസ് പോവാം, അല്ലെങ്കിൽ പാർഷ്യൽസ് പോവാന്നല്ല, സോറി, ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്യാം. ബ്രേക്ക് ഇവൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ 1:1 റൺ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയയിലേക്ക് ഐ മീൻ നെഗ്ലജിബിൾ ആയിട്ടുള്ള സെല്ലാണ് ഇത്. ബിക്കോസ് ഇത് ഇനി ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി റീപ്രൈസ് ചെയ്തു. ഇൻവേർഷൻ ആണ്, മിറ്റിഗേഷൻ 1:1. ഇതായിരുന്നു നമ്മുടെ SL. നമ്മുടെ SL ഓൾമോസ്റ്റ് 3 പീപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, 1:1. സോ അത് മനസ്സിലാക്കുക.
ലണ്ടൻ നമ്മള് മോസ്റ്റ്ലി ലണ്ടനിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ അത്യാവശ്യം ട്രേഡ്സ് എല്ലാം ഡീപ്പ് അടിക്കാറുണ്ട്. അപ്പം ഈ ഒരു സൈഡും ഉണ്ടല്ലോ ഇതില്. നമുക്ക് നേരത്തെ ആ ഗ്യാപ്പില്ലേ, അതൊന്ന് ഞാൻ എക്സ്പാൻഡ് ചെയ്യുവാണേ. ഗ്യാപ്പ് അത് ഈ ഇൻവേർഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ദർ ഇസ് നോ റിസ്ക് ഓൺ ദിസ് ട്രേഡ്. പക്ഷെ ഞാൻ എൻ്റർ ചെയ്തിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എടുത്ത 2 ട്രേഡ് എസ് എൽ അടിച്ചു, പക്ഷെ പ്രോഫിറ്റ് റൺ ചെയ്യും എന്നുള്ള അറിയാവുന്ന ട്രേഡ്. അത് നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് കൺട്രോൾ വരണം. അത് എനിക്ക് അല്ലെ ഒരാൾക്ക് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കുക, ഫാക്ട്. സോ ഈക്വൽ ഹൈസ് പ്രൈസ് ബൈ സൈഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിറ്ററലി ബ്രേക്ക് ഇവൻ തന്നെ പോവാം, അല്ലെങ്കിൽ ഒരു റീട്രേസ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. നെഗ്ലജിബിൾ ആയിട്ടുള്ള റിസലാണ്. 1:1 റൺ ചെയ്തിട്ടുണ്ട്. റണ്ണിങ് ഓൺ ബ്രേക്ക് ഈവൻ ഓർ ദാറ്റ് എന്താണ് പറയുന്നത്, ഓർഡർ ബ്ലോക്കില്ലേ ഡൗൺ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, ആ ഒരു ഏരിയ കൺസിഡർ ചെയ്യാം. Last minute of macro, open macro. Buy side liquidity. Sorry, sell side അല്ല, buy side. Buy side liquidity. ആ ഇൻവേർഷനിലെ ഒരു ക്ലോസ് മിറ്റിഗേഷൻ ആണ് കിട്ടിയേക്കുന്നത്. ആൻഡ് പ്രൈസ് ക്ലോസ് ബുള്ളിഷ് ആവില്ലേ നോക്കാം. ഒരു ബുള്ളിഷ് ഡെലിവറി ആണ്, ഈ ബുള്ളിഷ് ക്യാൻഡിലാണ്. നമുക്ക് ആ ബുള്ളിഷ് ഉള്ള വിക്ക് കണ്ടോ, മേലും താഴെ ഈക്വൽ വിക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2 ലിക്വിഡിറ്റിയാണ്. ബൈ സൈഡിലേക്കാണ് പ്രൈസ് ഫസ്റ്റ് റൺ ചെയ്ത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു. ഒരു ഓർഡർ ബ്ലോക്ക് വേണോ ഇവിടുന്ന്? അതിനൊരു ഓപ്പൺ മിറ്റിഗേഷൻ വേണം കൺസിഡർ ചെയ്യാം. ഒരു ഏരിയ നല്ല രീതിയിൽ ലിക്വിഡിറ്റി ആണ്. ഓക്കെ, ലിക്വിഡിറ്റി എടുത്തു. സോ കംപ്ലീറ്റ്ലി റിസ്ക് ഫ്രീ ട്രേഡ്. ഇങ്ങനെയാണ് നമുക്ക് എന്താണ് നമ്മളോട് തന്നെ സംസാരിക്കാൻ പഠിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വന്ന് നിങ്ങളോട് സംസാരിച്ച് ട്രേഡ് എടുക്കുമ്പോൾ ഐ ഫീൽ മോർ റിലീഫ്. ഓക്കെ, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, എന്നെ നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്.
ഒരുമിച്ച് ട്രേഡ് ചെയ്യുന്നതും അതൊരു ഫാക്റ്റാണ്. എനിക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. ഒരു മേജർ ബൈ സൈഡ് സ്വീപ്പിലേക്ക് പോകണം. നിങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ, ബാക്കിയുള്ളവരിൽ എവിടെ പോയി? വേണ്ടൊരു വരട്ടെ അല്ലേ? ഓക്കെ, ഇത് നമ്മുടെ ഒരു മേജർ ലിക്വിഡിറ്റി ആണ്. മുന്നേ ഒരു മാനിപ്പുലേഷൻ നമ്മുടെ നേരത്തെ നമ്മള് ഈ ഒരു ഏരിയയിലെല്ലാം ആദ്യമേ പറഞ്ഞ ഏരിയ 15 മിനിറ്റ്സിലോട്ട് പോയിക്കേ. ഈ ഒരു ഏരിയയിലേക്ക് റീപ്രൈസ് വരേണ്ട ബ്രേക്ക് വേണം. പ്രൈസ് റീട്രേസ്മെന്റ് ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു റീട്രേസ്മെന്റ് കിട്ടിയതിനു ശേഷം പ്രൈസ് ബെയറിഷ് വരണം. അതാണ് ഈ കാണേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ എല്ലാം പ്ലേ ചെയ്തത്, ബൈ അപ്പ് ചെയ്യാൻ നോക്കിയത്, ബൈ അപ്പ് ചെയ്യാൻ നോക്കിയത്. പക്ഷെ നമുക്ക് ഒരു മാനിപ്പുലേഷൻ ഉണ്ടായിരുന്നു. പ്രൈസ് ബുള്ളിഷ് പോയി. പ്രൈസ് അവിടെ മിറ്റിഗേഷൻ ഒരു 5 മിനിറ്റ്സ് 3 മിനിറ്റ്സ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. 5 മിനിറ്റ്സിന്റെ മിറ്റിഗേറ്റ് ചെയ്തു, ഷൂട്ടിംഗ് ഡൗൺ. ഓക്കെ, സോ അത്രേ ഉള്ളൂ. എന്താണ് ഇതെന്താ 50 മിനിറ്റ്സിൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ലെറ്റ് മീ സീ. അവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ട് ആ ഏരിയയില്. ഇല്ല, മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ഇതിന്റെ കോൺസിക്വന്റ് ഒരു ലാർലൈൻ മിറ്റിഗേഷൻ ഉണ്ട് ഇവിടെ. സോ ഇതൊരു ഓർഡർ ബ്ലോക്ക്, ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക്, ലാസ്റ്റ് പീസ് ഓഫ് പ്രൈസ് ടു ഹോൾഡ് പ്രൈസ് ഇൻ ബുള്ളിഷ്. Last shit. Last piece of shit. 15-second chart. I got responses like that. Oh, bro, like you're the goat. Like you've tipped the hand. You made it. It's easy for us now. And then invariably, weeks later, they're like, Okay, break even. So അങ്ങനെ ടു ട്രേഡ്. ഇന്നത്തെ ടോട്ടൽ സമ്മറി 2 1 2 3 2 5 ട്രേഡ് എടുത്തു. ഓഫ്, അത് ഇച്ചിരി കൂടുതലാട്ടോ. എന്റെ കാര്യമാണ് പറയുന്നത്. അത് ഈ ട്രേഡ് ഇതിനകത്ത് 2 ട്രേഡ് വന്നതുകൊണ്ടാണ്. ഓക്കെ, അതിനകത്ത് 2 ട്രേഡ് DP, 3 ട്രേഡ് SL. നോ പ്രോബ്ലം. നിങ്ങൾ ട്രേഡ്സ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ടെലിഗ്രാമില് ഞാൻ ടെലിഗ്രാമിൽ നിങ്ങൾ ഇടുന്ന ട്രേഡ്സ് നോക്കാറുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങള് ഓക്കെ, അപ്പം ഒരു ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ട് റൺ ചെയ്യുന്നു. ബട്ട് എനിവേ ഇത് ബ്രേക്ക് അടിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എനിവേ നല്ലതായിരുന്നു, നല്ല ക്ലീൻ ഡെലിവറി ആയിരുന്നു. തിങ്കളാഴ്ച ഇന്നലത്തെ പ്രൈസിന്റെ ഡെലിവറി എന്തായിരുന്നു? ഇന്നലെ 5-ാം തീയതി അല്ലായിരുന്നു? ഇന്നലെ നമുക്കൊരു ക്ലീൻ ബുൾ ഉണ്ടായിരുന്നല്ലോ, ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ നമുക്ക് നോക്കാം, അറ്റ് എൻഡ് ഓഫ് ദി വീക്ക് നോക്കാം. താങ്ക് യു, ബൈ. കാര്യങ്ങൾ നമുക്ക് പിന്നെ സംസാരിക്കാം. താങ്ക് യു.